മീനുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ മാത്രമേ നമുക്ക് ആ മീനുകളൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് അന്ന് വറ്റിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതുവരെ വറ്റിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മീനുകൾ എത്ര വലിപ്പമൊക്കെ ആയെന്നുള്ളത് നമുക്ക് എന്തായാലും കാണാനായിട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോണ്ട് വറ്റിക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയിട്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതിട്ട്. നേരെ വീഡിയോ ആയിട്ട് പോയാലോ. അപ്പം ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മളുടെ കോഴിക്കാർപ്പ് പോണ്ട് നോക്കിയാൽ നല്ല രീതിയിൽ നാശമായിട്ട് കിടക്കുകയാണ്. കണ്ട നമ്മളുള്ളിലെ ഫിൽറ്റർ വെളിയിൽ കാണില്ല, അതുപോലെ നമ്മളെ മീനുകളൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ അലിഗേറ്റർകാർ ഇത് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഓസ്കാറുകളും ടീംസൊക്കെ നമ്മളിവിടെ കിടക്കുന്നുണ്ട്. അവന്മാരിത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വെള്ളം കണ്ട നല്ല രീതിയിൽ കലങ്ങിയിട്ട് നമ്മുടെ മീനുകളൊന്നും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമ്മളിത് നന്നായിട്ടൊന്ന് വറ്റിക്കാനായിട്ട് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വെള്ളം വറ്റിക്കാന്ന് പറയുന്നത് കോരി വറ്റിക്കാന്ന് പറഞ്ഞാൽ പോസിബിളായുള്ള കാര്യമില്ല. അതിനായിട്ട് നമ്മളിത് ഇതേപോലത്തെ ഒരു കുഞ്ഞ് മോട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ അക്വറിയത്തിലൊക്കെ യൂസ് ചെയ്യുന്ന മോട്ടറാണ്. ഇത് അധികം വില ഒന്നും വരില്ല, 400 റുപ്യോളം വില വരുന്നുള്ളൂ കേട്ടോ ഈ മോട്ടറിന്. ഇത് സാധാരണ നമ്മൾ പ്ലഗിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് നേരെ പ്ലഗ് കണക്ട് ചെയ്തിട്ട് നേരെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് പൈപ്പ് കണക്ട് ചെയ്ത് നമ്മൾ വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടർ എന്നൊക്കെ ഒരു ഗാർഡൻ ഹൗസ് ഇതേപോലെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിത് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവുകയാണ്. അത് മെല്ലെ വെള്ളത്തിലേക്ക് നമ്മളിത് മോട്ടർ ഇറക്കി വയ്ക്കാം. അപ്പോൾ നോക്കിയാൽ വെള്ളത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മോട്ടർ നോക്കിയാൽ അടിയിലേക്ക് ഇതേ വെച്ചിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ മറ്റേറ്റെന്താ നമ്മളെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ മോട്ടർ ഓൺ ആക്കാനായിട്ട് പോവാണ്. അപ്പോൾ നോക്കി നിറച്ച് വെള്ളം പിടിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ മീനുകളൊക്കെ ഇടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നോക്കിയാൽ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിയാൽ നമ്മൾ ഏകദേശം പകുതിയോളം വെള്ളമായിട്ടുണ്ട് കേട്ടോ. ഇനി മീനുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കണ്ട. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വറ്റിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഉണ്ടല്ലോ നോക്കിയാൽ ഏകദേശം നോക്കി ഇത്രത്തോളം വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം പറ്റുന്ന നമ്മൾ മീനുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട് മോട്ടറും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം പറ്റിട്ട് അതൊരു വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ് നോക്കി നമ്മളിത് ആ മീനുകളൊക്കെ പിടിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി കേട്ടോ. അപ്പോൾ നോക്കിയാൽ കുറച്ച് മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആക്കിയിട്ടാണ് പാത്രത്തിലേക്ക്. നമ്മൾ കാർപ്പൊക്കെ കുറേശ്ശെ നോക്കിയാൽ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ കാർപ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ നമ്മൾ വലിയ കാർപ്പൊക്കെ അത്യാവശ്യം വലുപ്പൊക്കെ. ചെറിയ കാർപ്പുകളൊക്കെ നല്ല രീതിയിൽ വലുതായിട്ടാ. Okay. അപ്പോൾ നമ്മൾ അവസാനത്തെ കാർപ്പിനെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട അത്യാവശ്യം വലുപ്പമായിട്ടാണ് നമ്മൾ ചെറുതായപ്പോൾ കൊടുത്തിട്ടാണ് നോക്കിയാൽ നല്ല രീതിയിൽ വലുപ്പം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ മീനുകളൊക്കെ ഫുള്ളായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ നമ്മളെ മീനുകളൊക്കെ നമ്മൾ കണ്ട ഈ കറുത്ത പത്രത്തിലായിരുന്നു നോക്കി നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. കണ്ട എന്ത് രസം നോക്കി എല്ലാവരും കൂടി വയ്ക്കുന്ന രസം കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളുടെ വലിയ കാർപ്പുകൾ എടുക്കണണ്ട 3 ടൈപ്പ് വലിയ കാർപ്പുകളുണ്ട് കേട്ടോ. ഇത് ഗോൾഡ് ഫിഷാണ്. ബാക്കിയൊക്കെ ചെറുതായിരുന്നു, ഇത്രയ്ക്കായിരുന്നു. നല്ല രീതിയിൽ വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇവനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കാം നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിത് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഓണാക്കാം. അപ്പോൾ നോക്കിയാൽ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിത് ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിടുന്നുണ്ട്. അപ്പോൾ മീനുകൾക്കുള്ള ഡാമേജ് ഉണ്ടെങ്കിൽ അത് കല്ലുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അപ്പോൾ ഉണ്ടല്ലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊക്കെ കുറേശ്ശെ വെള്ളമായിട്ടുണ്ട്. മീനോ ഓടി കളിക്കാനുള്ള വെള്ളമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മീനുകളൊക്കെ ഇതിലെടുത്തിടാൻ പോവുകയാണ്. നമ്മളിത് നമ്മളെ മീനുകളൊക്കെ ഇതിൽ നിന്ന് മെല്ലെ പറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ഓ ഫസ്റ്റ് ടൈം നോക്കിയാൽ വലിയ ഇതായിട്ടാണ് വന്നുള്ളത്. മീൻ വലിയ കാർപ്പാണ് വന്നുണ്ട് കേട്ടോ. നോക്കിയാൽ ഇതിലിട്ടിട്ടുണ്ട്. നമ്മൾ ഇതിലത്തെ വെള്ളയിൽ ഒഴിക്കും കേട്ടോ. കാരണം നമ്മൾ അതിന് ആദ്യം എടുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കൂട്ടത്.
ഓ കാപ്പയ്ക്ക് എന്തൊരു ഭംഗിയല്ലേ, അടിപൊളിയേട്ടാ. എന്താ നമ്മളെ മിൽക്കി കാർപ്പയ്ക്ക് കുറച്ചുകൂടി വലുതായിട്ടാ, ചെറുതാളപ്പം കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ കോൾഡ് ഫിഷിന് വേണ്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കാർപ്പുകളും കിട്ടിയില്ലേട്ടാ. ഓ ഭയങ്കര വലിയ വയറുള്ളാട്ടാ ഗോൾഡ് ഫിഷ്, വാല് കട്ടായിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ, വാല് നന്നായിട്ട് കട്ടായി പോയിട്ടുണ്ട്. ഓ ചാട്ടക്കാരല്ലോ. അപ്പോൾ നമ്മൾ ഇതിലേ മോട്ടർ വെച്ചിട്ടുണ്ടാകും, മോട്ടർ നമുക്ക് അടിയിലേക്ക് ഇറക്കി വയ്ക്കാം. എനിക്ക് നമ്മളെ കബൂത്ത കാർപ്പയ്ക്ക് എന്ത് ഭംഗിയാന്ന് നോക്കി, നമ്മൾ വാങ്ങിച്ചിട്ട് നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടാ. എന്താ കബൂത്തയ്ക്ക് എന്ത് ഭംഗിയാ നോക്കിയാൽ, ചെറിയ വില എടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് എവിടേക്കാണെങ്കിൽ ഓട്ടിക്കാം. ഓ ചാടി കാർപ്പ് ചാടിയിട്ടാ, ഒരു കബൂത്താനും കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഭയങ്കര രസമായിട്ട് കാണാൻ. കാർപ്പ് ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ വലിയ കാർപ്പിനെ പിടിച്ചിട്ടാ. നോക്കി എന്ത് വലിപ്പാ നോക്കിയേ. ഇത് നമ്മളിതിലത്തെ വെള്ളം കുറച്ച് ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള മീനുകളെ നമുക്ക് വേഗം പിടിക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ല, അപ്പം നമുക്ക് ഇത് വെള്ളം പറ്റിച്ചിട്ട് നേരെ ഇതിലേക്ക് തന്നെ ഒഴിക്കാം, അത് നല്ലത്. അപ്പം നോക്കിയാൽ വെള്ളം പറ്റിച്ചിട്ട് ഇനി വെള്ളം മറ്റതൊക്കെ ഫുള്ളായിട്ട് ഒഴിക്കാൻ പോകട്ടെ. കാർപ്പ് ഗോൾഡ് ഫിഷ് കാർപ്പളം കിട്ടാം. കുഞ്ഞായിരുന്നു കിട്ടാൻ ബുദ്ധിമുട്ടാണ്ട. എന്തായിരുന്നു കാപ്പയ്ക്ക് ഒരു കപ്പൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് അടിപൊളി അടിപൊളി കാർപ്പട്ട, ട്രിപ്പിൾ കളർ ആ കാർപ്പാണ് കേട്ടോ. അത് ലാസ്റ്റ് വൺ കാർപ്പ്. അപ്പോൾ മനസ്സിലായി, നമ്മളിത് വെള്ളം നിറയാനായിട്ട് മുന്നേ നമ്മൾ 2 ഫിൽറ്റർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫിൽറ്റർ നമുക്ക് എനിക്ക് ഇറക്കി കേട്ടാ. 2 ഇടത്തുള്ള ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഇരുത്. അപ്പോൾ നോക്കിയാൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം നിറയാണ്ട് നമുക്ക് നിറയണ വരുന്ന വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഉണ്ടല്ലോ ഫ്രണ്ട്സ് നോക്കിയാൽ ഫുള്ളായിട്ട് വെള്ളം നമ്മൾ ഇത്രത്തോളം നിറച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ മീനുകളൊക്കെ അടിയിലായിട്ട് പോകാനായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഫിൽറ്റർ കുറച്ച് കഴിഞ്ഞാൽ നന്നോടി തെളിയും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മീനുകളൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. നമ്മളെ പോണ്ടൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട. അപ്പോൾ നമ്മളെന്താ മീനും കാര്യങ്ങളൊക്കെ അടിപൊളിയായി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഈ കോഴിക്കാർപ്പിൻ്റെ പോണ്ട് സെറ്റ് ചെയ്ത് അതുപോലെ നമ്മൾ വൃത്തിയാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ബെൽ ബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ വെക്കാനും മറക്കരുത്. മാത്രം ഞാൻ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.